വെൽക്കം ബാക്ക്. മോർണിംഗ് വാക്ക് നമ്മൾ തുടരുകയാണ്. കരുവള്ളി വാക്ക് വേയിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഓഫീസിന് തൊട്ടടുത്തൊരു വാക്ക് വേ ആണ് എന്നതാണ്. അല്ല, കഴിഞ്ഞ ആഴ്ചയാണ് ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മോർണിംഗ് വാക്ക് ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചു. നടന്ന് നമുക്ക് വേണമെങ്കിൽ ഓഫീസിലേക്ക് എത്താവുന്ന ദൂരം മാത്രമാണുള്ളത്. നിരവധി പേര് നടക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഈ വൃത്തിയുള്ള അന്തരീക്ഷം ഈ പറയുന്ന ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാട് പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പുറത്തൊരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പരിപാടി ഇവിടെ നടക്കുന്നു, ഒരു ലൈവ് പരിപാടി നടക്കുന്നു എന്നറിയാതെ ഈ വീടുകളിൽ എല്ലാവരും ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. എവിടെയും ലൈറ്റ് ഒന്നും കാണാനില്ല. അപ്പൊ അവരൊക്കെ എഴുന്നേറ്റ് വരട്ടെ. നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും എഴുന്നേറ്റിരുന്നെങ്കിൽ ഒരു വീട്ടിൽ ചായ കിട്ടാൻ വഴിയുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതെങ്കിലും വീട്ടിൽ നിന്ന്. നമുക്ക് അടുത്തൊരു വാർത്ത കൊടുക്കാം. കഴിഞ്ഞ ദിവസം ഉണ്ടായ പുറത്തുനിന്നൊരു വാർത്തയാണ്, അതിന്റെ ഒരു അപ്ഡേഷനാണ്. നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു വാർത്ത കൂടിയാണിത്. വിഷം ഉള്ളിൽ ചെന്ന് ചികിത്സയിലിരിക്കെ മരിച്ച വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ നടക്കും. വൈകിട്ട് 5 മണിയോടെ വയനാട് സുൽത്താൻ ബത്തേരി മണിച്ചിറയിലെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് ജിജേഷ് മരിച്ചത്. 2 മണിക്കൂറിന് ശേഷം വിജയനും മരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് NM വിജയനെയും മകൻ ജിജേഷിനെയും വിഷമുള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് നിന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നൊരു വാർത്തയാണ് അല്ലെ, കസേരയെ ചൊല്ലിയുള്ള തർക്കം. അത് കസേര തർക്കം എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയക്കാർ തമ്മിലാണോ എന്ന് സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവും. അല്ല, രണ്ട് DMOമാരുമായി തമ്മിലായിരുന്നു തർക്കം. എന്തായാലും അതിലൊരു തീരുമാനമാകുന്നു. പക്ഷെ ഇപ്പോഴും വിവാദം പൂർണ്ണമായും അവസാനിച്ചോ എന്നറിയില്ല. കോഴിക്കോട് DMOയായി ഡോക്ടർ N രാജേന്ദ്രൻ ഇന്ന് ചുമതല ഏറ്റെടുക്കും. ഡോക്ടർ രാജേന്ദ്രന് അനുകൂലമായ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഡിസംബർ 9 ഇറക്കിയ സ്ഥലം മാറ്റ ഉത്തരവ് സർക്കാർ ഇന്ന് മരവിപ്പിക്കും എന്ന് പറയുന്നു. സ്ഥലമാറ്റ ഉത്തരവ് പ്രകാരം ഡോക്ടർ ആശാദേവി DMO ആയി ചുമതല ഏറ്റിരുന്നു. ഇതിനെതിരെ ഡോക്ടർ രാജേന്ദ്രനും സ്ഥലമാറ്റത്തിൽ പ്രതിഷേധമുണ്ടായിരുന്ന മറ്റ് DMOമാരും ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് സ്ഥലം മാറ്റ ഉത്തരവിനുള്ള സ്റ്റേ അടുത്ത മാസം 9 വരെ നിലനിൽക്കുമെന്ന ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. യെസ്, അപ്പോ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ഒന്നുകൂടി നമുക്ക് പെട്ടെന്ന് ഒന്ന് പോകാം അല്ലെ. കമന്റ് ബോക്സിൽ ഒരുപാട് പേര് കമന്റുമായി എത്തിയിട്ടുണ്ട്. പവിത്രൻ പാതിരാപ്പറ്റ് പറയുന്നു, നിങ്ങൾ വേഗം തന്നെ പത്രം കയ്യിലെടുക്കൂ, വായിക്കൂ എന്ന് പറയുന്നു. പവിത്രയുടെ നമ്മുടെ ആ സെഗ്മെന്റിലേക്ക് വരുന്നേ ഉള്ളൂ. പത്രമുണ്ട്, തീർച്ചയായിട്ടും വായിക്കും. ഷിബു ഈസ് വാച്ചിങ് ഫ്രം ഒക്ലഹോമ USA എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. പരമേശ്വരൻ, മുസാഫിൽ, മിസ്രിയ, ഷൗൾ PK, ജോസ് MS, ജാസ്മിൻ, മുഹമ്മദ് ഹസീൻ, സിന മുഹമ്മദ്, ഷാനിപ്പി. നമ്മുടെ ഷാനിപ്പിയുടെ കാര്യം പറയണം. തിരൂരിലെ എല്ലാ ദിവസവും മോർണിംഗ് വാക്ക് സ്ഥിരമായി കാണും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സമീറിന്റെ അടുത്ത് ചെന്ന് വീഡിയോ മെസ്സേജസ് അയച്ചു തരും. അപ്പൊ ഈ പ്രോഗ്രാം ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. തിരൂരേക്ക് ഒരു ദിവസം ചെല്ലണമെന്ന് പറയാം. നമുക്കൊരു ദിവസം തിരൂര് പോകണം, ഷാനിപ്പിനെ കാണണം. അതെ, ഒരുപാട് പ്രേക്ഷകർ പറയും, നിങ്ങൾ ഈ എറണാകുളത്തും കൊച്ചിയിലും ഒക്കെ ആയി മാത്രം നടക്കാതെ മോർണിംഗ് വാക്കിനെ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വരും എന്ന് പറയുന്നത് ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. പേഴ്സണലി നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അത് പരിഗണിക്കാം. നമ്മൾ ജില്ല മാറി അടുത്ത ജില്ലകളിലേക്കൊക്കെ നമ്മൾ വൈകാതെ എത്തും. നമ്മുടെ സിന്ധു ചേച്ചി പറയുന്നുണ്ട്, പ്രിയപ്പെട്ട കുട്ടികളെ 2 പേർക്കും ഗുഡ് മോർണിംഗ്. ഇവിടെ ഒരാൾ എന്ന് രാവിലെ നിങ്ങളെ കാണാനും കേൾക്കാനും നടത്തവും കഴിഞ്ഞ് വേഗം ടിവിയുടെ മുന്നിലിരിക്കും. പേര് മോഹനൻ, ഒരു ഹായ് കൊടുക്കണം പ്ലീസ്. 2 ഹായ് കൊടുത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പെട്ടെന്ന് പോയിട്ട് മറ്റു കമന്റിലേക്ക് വരാം. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് കോന്നിയിൽ തുടങ്ങുന്നു. പൊതുസമ്മേളന നഗരിയിൽ ദീപശിഖ പതാക കൊടിമര ജാഥകൾ സംഗമിച്ചു കഴിഞ്ഞു. സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 3 ടേം പൂർത്തിയായ സെക്രട്ടറി KP ഉദയഭാനു ഈ സമ്മേളനത്തിൽ സ്ഥാനമൊഴിയുകയാണ്. സംസ്ഥാന സമിതി അംഗം രാജു എബ്രഹാം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TD ബൈജു, PB ഹർഷകുമാർ എന്നിവരുടെ പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് സജീവ പരിഗണനയിലുള്ളത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്തെ, ഈ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുമ്പോൾ ചില വെല്ലുവിളികളും പാർട്ടിക്ക് മുന്നിലുണ്ട്. എന്തൊക്കെയാണ് ഈ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർന്നു കഴിഞ്ഞു. PJ അജയ്കുമാർ, അദ്ദേഹം സ്വാഗതസംഘം ചെയർമാനാണ്, ജില്ലാ സെക്രട്ടറി അംഗമാണ്. അദ്ദേഹമാണ് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയത്. നേരത്തെ പറഞ്ഞ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഒഴിയുകയാണ്. എന്തായാലും ജില്ലാ സെക്രട്ടറി ഒഴിഞ്ഞ പദവിയിലേക്ക് നമ്മൾ പറഞ്ഞ 3 പേരുകൾക്കപ്പുറത്തേക്ക് ഒരു പേര് കൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ആറന്മുള MLA ഒക്കെ ആയ A. പത്മകുമാറിന്റെ പേരാണ്. അദ്ദേഹം മുതിർന്ന ജില്ലാ സെക്രട്ടറി അംഗമാണ്. അദ്ദേഹത്തിന്റെ
പേരുണ്ട്. ഇത് കൂടാതെ സംസ്ഥാന സമിതി അംഗം രാജു എബ്രഹാം, ആ പേരിനാണ് ഏറ്റവും മുൻഗണന എന്ന് അറിയുന്നു. ഇത് കൂടാതെ PB ഹർഷകുമാർ എന്നീ പേരുകൾക്കാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രധാനമായും പാർട്ടി പരിഗണിക്കുന്നത്. എന്തായാലും നാളെ പിണറായി വിജയൻ നേരിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. നാളെ രാത്രിയോടുകൂടി അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. ഇനി സമ്മേളനത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 360 പ്രതിനിധികളാണ് മൊത്തത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കോന്നിയിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇത് കൂടാതെ EP ജയരാജൻ, ഡോക്ടർ TM തോമസ് ഐസക്, A രാധാകൃഷ്ണൻ, K രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും സമ്മേളനം തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നവീൻ ബാബുവിന്റെ വിഷയം അടക്കം, തിരുവല്ലയിലെ വിഭാഗീയത അടക്കം ചൂടേറിയ ചർച്ചകൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പേരുകൾക്കപ്പുറത്തേക്ക് ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ മറ്റു പേരുകളും പരിഗണനയിലുണ്ട് എന്നറിയുന്നു. എന്തായാലും പിണറായി വിജയൻ കൂടി പങ്കെടുക്കുന്ന കമ്മിറ്റി യോഗത്തിലായിരിക്കും ഇതിനൊരു അന്തിമ തീരുമാനമുണ്ടാവുക. ഒരു മത്സരത്തിലേക്ക് എന്തായാലും കാര്യങ്ങൾ നീങ്ങില്ല എന്നാണ് നേതൃത്വം ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി ശ്രീത, അപ്പൊ എന്തായാലും KP ഉദയഭാനു ഇത്തവണ സെക്രട്ടറി സ്ഥാനം ഒഴി പുതിയ സെക്രട്ടറി ആരാണ് പത്തനംതിട്ടയിൽ CPMന്റെ എന്ന് അറിയാനുള്ള സമ്മേളനമാണ് അല്ലെ? മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ ഏത് രീതിയിൽ പോകുന്നു എന്നൊക്കെ കാത്തിരുന്ന് കാണാം. അതെ, വിലയിരുത്തലുകളും ഒക്കെ. അപ്പൊ നമ്മൾ നടന്ന് ഇവിടെ വന്നു. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. യൂനുസ്ക, നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പം ഈ വാർഡിന്റെ കൗൺസിലാണ് അല്ലെ, ഈ ഡിവിഷനിലെ കൗൺസിലർ. അപ്പോൾ ഈ വാക്ക് വേയെ കുറിച്ച് നമ്മൾ നേരത്തെ എന്നോട് സംസാരിച്ചു. നേരത്തെ കുറച്ച് മാസങ്ങൾക്ക് മുൻപുണ്ടായ സ്ഥിതിയും ഇപ്പോൾ സ്ഥിതിയും നമ്മൾ കൃത്യമായി പറഞ്ഞു തന്നു. ഞാനും മുമ്പ് വന്നിട്ടുണ്ട് ഇത് വഴി. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു റോഡ്, ഒരു കാടെന്ന് പറയാം, അപ്പുറം ഇപ്പുറമൊക്കെ കാടായിരുന്നു. കനാലിന്റെ അകത്തൊക്കെ വേസ്റ്റ് നിറഞ്ഞെടുക്കായിരുന്നു. വേസ്റ്റ് ഒക്കെ മാറ്റി നമ്മൾ സൈഡ് വാളടിച്ച് അതിനൊരു പെട്ടെന്ന് വേസ്റ്റ് ഇടാതിരിക്കാൻ വേണ്ടി ഒരു കൈവരിയൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി പെയിന്റ് ഒക്കെ ചെയ്ത് ആളുകൾക്ക് നടക്കാവുന്ന നല്ല കണ്ടീഷനാക്കി മുനിസിപ്പാലിറ്റി നല്ല എമൗണ്ട്, ഒരു 75 ലക്ഷം രൂപയുടെ മേളിൽ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇങ്ങനെ ഒരു ആശയം ഇതിങ്ങനെ ചെയ്യാം എന്നൊക്കെ എങ്ങനെയാണ്? അത് ഞാൻ ഇലക്ഷൻ ജയിച്ചതിന് ശേഷം ഒരു ചാനലുകാരൻ, ഒരു പത്രപ്രവർത്തകൻ, മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ 43 വാർഡിലെ കൗൺസിലർമാരും ചോദിച്ചു എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ രണ്ട് കാര്യം എന്ന് വെച്ചാൽ ഒരു അംഗൻവാടിയും ഒരു വാക്ക് വേ നിർമ്മിക്കണമെന്നുണ്ട്. പക്ഷെ വാക്ക് വേ അവിടെ നിർമ്മിക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ നിന്നപ്പോൾ പിന്നെ കണ്ടെത്തിയ സ്ഥലം ഇതാണ്. അപ്പൊ അംഗൻവാടി നിർമ്മിച്ച് വാക്ക് വേ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. ഇവിടെ ഇപ്പൊ ഈ റോഡിന്റെ എൻഡിൽ കുറച്ചൊരു ഒരു കൺജഷൻ ഉണ്ടല്ലേ അങ്ങോട്ട്? അത് നമ്മള് മനഃപൂർവ്വം വലിയ വാഹനങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ചെയ്താണ്. കാരണം വാഹനങ്ങൾ വന്നാ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കൂല, അത് വാക്ക് നടക്കൂല. അത് കാരണം കൊണ്ട് അത് ഒഴിവാക്കിയതാണ്. കുറച്ചുകൂടി ദീർഘവീക്ഷണത്തോട് ചെയ്തുകൊണ്ട്. അപ്പം യൂനുസ്ക എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും മാതൃകയാകട്ടെ, ഇതേപോലെ നല്ല നിർമ്മിതികൾ ഉണ്ടാവട്ടെ അല്ലേ? താങ്ക് യു. അപ്പോൾ എല്ലാവരും ആശംസകളും. എല്ലാം എനിക്ക് തോന്നുന്നു നാട്ടുകാരൊക്കെ ആ രീതിയിൽ പറയുന്നുണ്ട്. ഇങ്ങനെയൊരു ദീർഘവീക്ഷണം ഉണ്ടായതും അങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം എന്ന് ഒരുപാട് പറയുന്നു. താങ്കളുടെ പേര് എടുത്തു പറയുന്നുണ്ട് ആൾക്കാർ. അല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ ആളുകൾ, അത് കുറച്ചാൾ കഴിയുമ്പോൾ നമ്മുടെ കാലം കഴിയുമ്പോൾ മറന്നു പുതിയ ആളുകൾ. അതെ അതെ, അതൊരു കാലത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലോ. താങ്ക് യു. അപ്പൊ ഒരാൾ കുറച്ചു നേരമായിട്ട് ഇവിടെ വന്നു നിൽക്കുന്നുണ്ട്. എന്താ പേരെന്താ? പേരെന്താ? റാഫി. റാഫി. നടക്കാൻ വന്നാണോ? താഴെയാ? ഓക്കെ. അപ്പോ അടുത്ത വർഷം വരാൻ പോലെ ന്യൂ ഇയർ ഒരു കലണ്ടർ തരട്ടെ, ഒരു കലണ്ടർ തരട്ടെ. ഹലോ, വീട്ടിൽ വെക്കണേ കേട്ടോ, വീട്ടിൽ കൊണ്ടു കൊടുക്കണേ. സന്തോഷായോ? അപ്പോ നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഹായ് പറഞ്ഞേ. ഇത് ആ ക്യാമറ നോക്കിട്ട്, ഈ ക്യാമറ ഹായ് കാണിച്ചേ. അപ്പൊ താങ്ക് യു സോ മച്ച് റാഫി. അപ്പൊ നല്ലൊരു ദിവസം നടന്നോ കേട്ടോ. ഓക്കെ, ബൈ. അപ്പോ വാക്കുവയിലൂടെ നടത്തുന്നത് ഇങ്ങനെ തുടരുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച, ആ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് MS സൊല്യൂഷൻസിലെ അധ്യാപകർക്ക് ക്രൈംബ്രാഞ്ച് ഇന്ന് വീണ്ടും നോട്ടീസ് നൽകാൻ പോവുകയാണ്. ആദ്യം നോട്ടീസ് നൽകിയപ്പോൾ ആരും പ്രതികരിച്ചില്ല. മാത്രമല്ല CEO ഷുഹൈബ് എന്നയാൾ ഇപ്പോഴും ഒളിവിലാണ്. അതെ, അപ്പൊ അദ്ദേഹത്തിനായുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. മിഥില ബാലൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. മിഥില, വെരി 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 ഗുഡ് മോർണിംഗ്. പണ്ടൊന്നും അങ്ങനെ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു കാര്യമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച. കൂടുതൽ മത്സരാധിഷ്ഠിതമായതോടെ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളും ആപ്പുകളും ഒക്കെ ഇതിങ്ങനെ വരുന്നു. അപ്പോൾ ഈ CEOയെ കാണാനില്ല, ആ തെരച്ചിൽ തുടരുന്നു. എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വിവരമുണ്ടോ? ഏത് തരത്തിലാണ് അധ്യാപകരുടെ മൊഴിയെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർച്ചയൊന്നും പണ്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
ഈ ഒരു സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഈ MS സൊല്യൂഷൻസിലെ അധ്യാപകർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവുന്നതിന് നോട്ടീസ് ഇന്ന് വീണ്ടും നൽകും. നേരത്തെ 2 തവണ നോട്ടീസ് നൽകിയിരുന്നു. 2 തവണ നോട്ടീസ് നൽകിയിട്ടും ഈ അധ്യാപകർ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ഇനിയും അവർ ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് ഈ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതേസമയം തന്നെ ഇപ്പോഴും ഈ ഷുഹൈബ് എവിടെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒളിവിലാണ്. 31-നാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതിനു മുൻപ് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് നീങ്ങുന്നത്. പക്ഷേ ഒളിവിലാണ്. ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ MS സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തേടി മെറ്റയ്ക്കും ഒപ്പം തന്നെ ഈ ചാനലിൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഫേസ്ബുക്കിലും നോട്ടീസ് നൽകിയിരിക്കുന്നു, മെയിൽ അയച്ചിരുന്നു. ഈ ഒരു വിശദാംശങ്ങൾ കൂടി കിട്ടിയതിനനുസരിച്ചായിരിക്കും തുടർ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങുക. എന്തുതന്നെയായാലും ഈ ഒരു സംഭവത്തിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങും എന്ന സൂചന തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. കാരണം ഈ അധ്യാപകർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി 2 തവണ നോട്ടീസ് നൽകിയിരുന്നു. 2 തവണയും ഇവർ ഹാജരായില്ല. ഇന്ന് വീണ്ടും നോട്ടീസ് നൽകും. ഇതിലും അവർ ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ രവികുമാർ PB വന്നിട്ട് പറഞ്ഞു, ക്രിസ്റ്റീന ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, അമ്മമാരുടെ അടുത്ത് പോയി ശിഷ്യപ്പെട്ട് ഡാൻസ് പഠിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ ഒരുപാട് പേരാണ് നമ്മുടെ അമ്മമാർക്ക് അപ്രീസിയേഷനുമായിട്ട് വന്നിരിക്കുന്നത്. മിനി ചേച്ചി പറയുന്നു 10 ബൂസ്റ്റ് കുടിച്ചാൽ ഇത്ര എനർജി കിട്ടില്ല, അതേപോലത്തെ എനർജി ആയിരുന്നു. അപ്പോൾ നമുക്ക് അവരെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ കാണാൻ, അതെ അതെ, നമ്മുടെ ഷഫീർ മണ്ണാർക്കാടും ഒക്കെ, ഹസാം ബി, സിദ്ദീഖ്, ലേഖ ജയൻ ഇവരൊക്കെ ഹാജരാണ്. അനിതാക്കെ ഒരു കാര്യം പെട്ടെന്ന് നേരത്തെ എനിക്ക് ഓർമ്മ വന്നതേ, നമ്മൾ ഈ പല സ്ഥലങ്ങളിലേക്കായി നമുക്ക് മോർണിംഗ് വാക്കിന് പോകേണ്ട കാര്യം പറഞ്ഞല്ലോ. അപ്പൊ പ്രേക്ഷകർക്ക് സജസ്റ്റ് ചെയ്യാം, നമ്മൾക്ക് മോർണിംഗ് വാക്കിനായി വരേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ദൂരേക്ക് ഇപ്പൊ നമ്മൾക്ക് ജില്ലയൊക്കെ മാറി പോവുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കണം. പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത് പ്രേക്ഷകർക്ക് സജസ്റ്റ് ചെയ്യാം. നമുക്ക് അവിടെ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലെ പ്രേക്ഷകര് ഇവിടെ നമ്മൾ ഇതുവരെ പോകാത്ത നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. അവിടെ എന്തെങ്കിലും നിങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ വരിക. നമുക്കതൊക്കെ റിപ്പോർട്ട് ചെയ്യാം. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയി. നമുക്കൊരു റിപ്പോർട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ മറ്റു കമന്റുകളിലേക്ക് വരാം. ഇത് അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ട മറ്റൊരു വിഷയം കൂടിയാണ്. നിലമ്പൂർ വെണ്ണക്കോട് കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടി ശോചനീയാവസ്ഥയിൽ എന്നാണ് വാർത്ത. കെട്ടിടത്തിന്റെ ജനൽപ്പാളികൾ ഉൾപ്പെടെ തകർന്ന നിലയിലാണ്. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയിൽ 4 കുട്ടികളാണ് പഠിക്കുന്നത്. പ്രാക്തന ഗോത്രവർഗമായ കാട്ടുനായ്ക്കർ വിഭാഗത്തിലെ 4 കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടിയാണിത്. വെണ്ണക്കോട് നഗറിൽ സ്വകാര്യ വ്യക്തിയുടെ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ വർഷങ്ങളായി ഇങ്ങനെയാണ്. കാടിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് ഇഴജന്തുക്കളുടെ ഭീഷണി എപ്പോഴുമുണ്ട്. അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ പഞ്ചായത്തും പട്ടികവർഗ വകുപ്പും കാണിക്കുന്ന അവഗണന വ്യക്തം. ജനൽപ്പാളികൾ അടയ്ക്കാൻ കഴിയില്ല. ശുചിമുറിയുടെ അവസ്ഥയും ദയനീയം. ഈ അംഗനവാടി കാലപ്പഴക്കം കൊണ്ട് വളരെ ജീർണിച്ച ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, അവിടെ തോടുണ്ട്, അതുപോലെ വന മേഖലയാണ്. ഇവിടെ നിന്നൊക്കെയുള്ള പാമ്പ് ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികളുടെ വലിയ ശല്യമുള്ള പ്രദേശം കൂടിയാണ്. ഈ പാമ്പ് ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികൾ അംഗനവാടിയുടെ ഉള്ളിൽ പ്രവേശിച്ച സാഹചര്യം വരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. വലിയ അപകട ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അംഗനവാടിക്കുള്ളത്. തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ ശ്രദ്ധ അടിയന്തരമായിട്ടുണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നതാണ്. വയറിംഗ് അപകടകരമായ നിലയിലാണെന്ന് KSEB മുന്നറിയിപ്പ് നൽകിയിട്ട് ഏറെയായി. ബൾബുകൾ കത്തുന്നില്ല. വാടക നൽകുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യം പോലും ഉടമ ഉറപ്പാക്കിയിട്ടില്ല. സ്വന്തം കെട്ടിടത്തിലേക്ക് മാറണമെന്ന ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട്. ആദിവാസി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന നാട്ടിൽ ഒരു നേർചിത്രം ഇങ്ങനെയാണ്. 24 മലപ്പുറം. അപ്പൊ അതാണ് അധികൃതരുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ആ വിഷയത്തിൽ പതിയട്ടെ എന്നാണ് നമ്മളും പറയുന്നത്, അല്ലെ? അതെ. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കിന് ഒരു പുതിയ ആളും കൂടി ഉണ്ട്, സൗദിയിൽ നിന്ന് ജോബി കണിവിഴ. അപ്പോൾ ഹായ്. നമ്മുടെ ഷീജ പറയുന്നു സൂപ്പർ അമ്മച്ചിമാർ. വസന്തകുമാരി കെ പറയുന്നു നമ്മുടെ മിഥിലക്കുട്ടിക്ക് ഒരു ഹാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ മിഥില ബാലൻ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആഷ വി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് കല്ലേരി, കോഴിക്കോട് വടകര കല്ലേരി മോർണിംഗ് വാക്കിന് ഇത്രയും നല്ല സ്ഥലം ലോകത്ത് വേറെ എവിടെയുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഓരോരുത്തരും സജസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്ഥലങ്ങൾ. കാസർഗോഡ് ബേക്കൽ കോട്ടയുടെ അടുത്ത് വരാൻ ഹക്കീം ബേക്കൽ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വിഷ്ണുനാഥൻ ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ പിന്നിൽ കുറച്ചു നേരമായി നിൽക്കുന്ന ഒരാളെ പരിഗണിച്ചതിൽ സന്തോഷം. ഓക്കെ, നമ്മുടെ റാഫിയുടെ കാര്യമാണ്. അതെ, റാഫി കുറച്ചു നേരമായിട്ട് നമ്മുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഗോപിനാഥൻ പറയുന്നു നിങ്ങൾക്ക് 2 പേർക്കും കഴിയുമെങ്കിൽ
ഇവിടെ ഡൽഹിയിൽ ഈ തണുപ്പിൽ നടക്കാൻ വരൂ, രാവിലെ ചായ തരാം എന്നാണ് പറയുന്നത് ഗോപിനാഥൻ. കേട്ടോ, പോയാലോ? ഡൽഹി ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നോർത്ത് പറവൂർ അംബേദ്കർ പാർക്കിൽ ഒന്ന് വരുമോ എന്ന് നമ്മുടെ സീന മുഹമ്മദ് ചോദിക്കുന്നുണ്ട്. KJ തോമസ് ഗുഡ് മോർണിംഗ് പ്രജൻ ആൻഡ് ക്രിസ്റ്റീന എന്ന് പറയുന്നു. ഇബ്രാഹിം പാർക്ക് എനിക്ക് തോന്നുന്നു നോർത്ത് പറവൂർ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ദൂരമാണ് അല്ലേ? യെസ്. അപ്പൊ നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റുകൾ കുറയ്ക്കുക, ഇങ്ങനെ സജഷൻസ് ഒക്കെ പോരട്ടെ, നമ്മൾ അതെല്ലാം പരിഗണിക്കാം. അത് ആ ഉറപ്പ് നമ്മൾ തരികയാണ്. നമുക്കൊന്നുകൂടി ഡൽഹിയിലേക്കൊന്ന് പോകണം. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പ്രത്യേക സ്ഥലം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ കോൺഗ്രസിൽ പ്രതിഷേധവും അമർഷവും ഒക്കെ പുകയുകയാണ്. ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ ബോധപൂർവം അപമാനിച്ചെന്ന് കോൺഗ്രസിന്റെ ആരോപണവും ഉയർന്നു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റേത് ഞെട്ടിപ്പിക്കുന്നതും അവിശ്വസനീയമായ നടപടിയെന്ന് ശിരോമണി അകാലിദളും വിമർശിച്ചു. വിവരങ്ങളുമായി നിതിൻ അംബുജനാണ് വീണ്ടും ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ശരിക്കും അദ്ദേഹം നടക്കുമ്പോൾ പോലും ഒരാൾക്കും ഒരു പ്രശ്നമുണ്ടാകരുത്, ശല്യമുണ്ടാകരുതെന്ന് വിചാരിച്ച് നടന്ന ഒരു വ്യക്തിയുടെ മരണശേഷം ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും ഏറെ സങ്കടകരമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തിന്റെ പ്രഗത്ഭനായ ഒരു സാമ്പത്തിക വിദഗ്ധൻ, പ്രധാനമന്ത്രി എന്ന തലത്തിലൊക്കെ തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് രാജ്യം ഇന്ന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. ഇതിനു മുൻപ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ വിവാദം ഇങ്ങനെ പുകയുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന് ഇന്നലെ തന്നെ വലിയ പ്രതിഷേധമടക്കം രേഖപ്പെടുത്തിയിരുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഒരു പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. അത് ശക്തിസ്ഥലിലോ വീർഭൂമിക്ക് സമീപമായി ഒരു പ്രത്യേക സ്ഥലം ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗിന് അനുവദിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗിനും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഇന്നലെ രാത്രി വ്യക്തമാക്കിയത് 11:45 നിഗംബോധ് ഗഡിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നായിരുന്നു. ഇതിലാണ് ഇപ്പോൾ വലിയ വിവാദം ഉയർന്നിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റേത് ഞെട്ടിപ്പിക്കുന്നതും അവിശ്വസനീയമായ നടപടി ശിരോമണി അകാലിദളും വിമർശിച്ചിരിക്കുകയാണ്. ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ ബോധപൂർവ്വം അപമാനിച്ചു എന്നാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിലവിലെ വിവാദം അനാവശ്യമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. സ്മാരക സ്ഥലം അനുവദിക്കുമെന്നും ഇക്കാര്യം കേന്ദ്ര സർക്കാർ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ, സംസ്കാര ചടങ്ങുകൾ ഒരിടത്ത് നടക്കട്ടെ, മറ്റ് സ്മാരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് സമയങ്ങളിൽ അത് വേണ്ട രീതിയിൽ ഇടപെടുമെന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കുടുംബത്തെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിവാദം ഇങ്ങനെ കത്തുമ്പോൾ BJP ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. 2004 മുതൽ 2014 വരെ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന് സ്മാരകം ഇതുവരെ നിർമ്മിച്ചു നൽകിയില്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു നരസിംഹറാവുവിന് വേണ്ട പരിഗണനയും അംഗീകാരവും നൽകിയതെന്ന ഒരു മറുപടിയാണ് ഈ വിഷയങ്ങളിൽ ഇപ്പോൾ BJP എന്തായാലും നൽകിയിരിക്കുന്നത്. മൻമോഹൻ സിംഗ് വിട പറയാൻ ഏതാനും മണിക്കൂറുകൾക്ക് മാത്രമേ ഉള്ളൂ. ഇതിനു മുൻപായി തന്നെയാണ് ഇപ്പോൾ ഈ നിലയിലുള്ള ഒരു വിവാദം എന്തായാലും പുകയുന്നത്. അതാണ് നിതിൻ അംബുജൻ പങ്കുവച്ച വാർത്ത. നമ്മൾ മോർണിംഗ് വാക്കിംഗ് നടന്ന് നമ്മൾ കരോളി വാക്ക് വേയിൽ നിന്നും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വന്നു. ഇവിടെയാണ് നമ്മുടെ ഓഫീസ് അടക്കമുള്ളത്. ഈ എയർപോർട്ട് സീപോർട്ട് എയർപോർട്ട് റോഡിനടുത്താണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. അപ്പൊ അവിടേക്ക് നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ പത്രങ്ങളിലേക്ക് കൂടെ നമുക്ക് പെട്ടെന്ന് പോവാം. മാതൃഭൂമിയിലെ ആദ്യ പേജിൽ തന്നെ ഈ മൻമോഹൻ സിംഗിന് പ്രണാമം എന്ന രീതിയിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. അത് വളരെ മനോഹരമായി ഒരു ഇലയിൽ മൻമോഹൻ സിംഗിന്റെ ചിത്രം ഉള്ള ഒരു പടമാണ് നൽകിയിരിക്കുന്നത്. അതെ. അപ്പോൾ ഈ ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നവർക്ക് ഈ പിങ്ക് കളറിലെ പേപ്പർ ഞങ്ങളുടെ പഠനകാലത്തൊന്നും മറക്കാൻ പറ്റാത്തതായിരുന്നു. ദ ഇക്കണോമിക് ടൈംസ്. അപ്പോൾ ഞാൻ ഇക്കണോമിക് ടൈംസ് കൂടെ എടുത്തു. സ്ലൈഡ് കണ്ടിന്യൂസ്, റുപ്പി വിൻസ് ന്യൂ ഡൈവിംഗ് മെഡൽ. അതായത് ഡൈവിങ്ങിനുള്ള ഏറ്റവും വലിയ മെഡൽ റുപ്പിക്ക് കിട്ടിയിരിക്കുകയാണ്. പറയാൻ കാരണം രൂപയുടെ മൂല്യം പിന്നെയും കുറഞ്ഞു. 85 രൂപ 10 പൈസ വരെ എത്തി. അപ്പോൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെസ്. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ബിരുദധാരികൾക്കും അപേക്ഷിക്കാം, സർക്കാരിന്റെ അപ്പീൽ തള്ളി. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് നിയമനത്തിന് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനാകില്ല എന്ന സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥ ഒഴിവാക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു എന്നാണ് വാർത്ത. ഇക്കണോമിക് ടൈംസിൽ മറ്റൊരു വാർത്ത കൂടെ പറയുന്നുണ്ട്. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മാസം വരുമാനം ലഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് ഫുഡ് ഐറ്റംസിനാണെന്നാണ് അല്ലേ? പക്ഷേ ഈ സ്റ്റഡി പറയുന്നത് non-food items continue to dominate average monthly expenses. Urban-rural consumption gap closes further in financial year 24. അതായത് ആൾക്കാർ കൂടുതൽ പണവും ചെലവഴിക്കുന്നത് നോൺ-ഫുഡ് ഐറ്റംസ്, ഭക്ഷ്യേതര വസ്തുക്കൾക്കാണ്. മാത്രവുമല്ല ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഈ ഉപഭോഗത്തിലുണ്ടായിരുന്ന ആ ഗ്യാപ്പ് കുറയുന്നു. ഗ്രാമങ്ങളിലുള്ളവരും നഗരങ്ങളിലുള്ളവരെ പോലെ ചെലവാക്കി തുടങ്ങിയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. യെസ്. ഇനി നമ്മൾ യമനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വ്യോമാക്രമണം, ആ വ്യോമാക്രമണത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ഒരാൾ. അത് മറ്റാരുമല്ല, ലോകാരോഗ്യ സംഘടനയുടെ തലവൻ
ടെഡ്രോസ് അദാനം ഗബ്രിയേസസ് ആണ്. അദ്ദേഹത്തിന്റെ ചിത്രവും പിന്നെ ആ ആക്രമണം നടന്ന സ്ഥലമടക്കം നൽകിയിട്ടുണ്ട് മാതൃഭൂമിയിലെ വിദേശം പേജിൽ. അതെ, നമ്മുടെ മനോരമയിൽ കുഞ്ചുകുറുപ്പ് പറയുന്നുണ്ട്, BJP തമിഴ്നാട് പ്രസിഡന്റ് അണ്ണാമലൈ അനീതികളോട് പ്രതിഷേധിക്കാൻ ചാട്ടവാർ കൊണ്ട് സ്വയം അടിച്ചു. കേരളത്തിൽ ചാട്ടവാർ നിരോധിക്കേണ്ടി വരും. ഇതിൽ തന്നെ മാതൃഭൂമിയിൽ വക്രദൃഷ്ടിയിൽ പറയുന്നത് എത്ര മനോഹരമായ ആചാരങ്ങൾ ഇവിടെയും കൂടി വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് 24-ന്റെ ഓഫീസിനടുത്തെത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾക്ക് നോക്കിയാൽ 24-ന്റെ ബോർഡ് കാണാം. വിഷ്ണു ഒന്ന് കാണിച്ചു കൊടുക്കുമോ? നമ്മുടെ 24-ന്റെ ഓഫീസ് പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുമോ? ദൃശ്യങ്ങളിലേക്ക് വരാം. മാതൃഭൂമിയിൽ ഒന്ന് വളരെ സ്പെഷ്യലായിട്ട് ഒരു സപ്ലിമെന്റ് കൂടി ഉണ്ട്. അത് നമുക്കറിയുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ഈ പുതുവത്സര ആഘോഷങ്ങളും കൊച്ചിയിൽ കെങ്കേമമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ ആ ആഘോഷങ്ങളാണ്. നീല വെളിച്ചത്തിൽ മഴമരം മിഴി തുറന്നു എന്ന രീതിയിൽ ഒരു വലിയ പേജ് തന്നെ, ഒരു ഫുൾ പേജ് തന്നെ അതിനായി നൽകിയിട്ടുണ്ട്. വെള്ളി ഗ്രൗണ്ടിലെ അതിന്റെ ഒരുക്കങ്ങൾ, ഒപ്പം പപ്പാഞ്ഞി കത്തിക്കാമെന്നുള്ള തീരുമാനം, അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് നീല വെളിച്ചത്തിൽ മഴമരം മിഴി തുറന്നു എന്ന രീതിയിൽ ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഇനി മനോരമയിൽ വളരെ പെട്ടെന്ന് നമ്മൾ 3 വാർത്ത നോക്കുകയാണെങ്കിൽ, മാരുതി 800-ന്റെ കാറിന്റെ ഉപജ്ഞാതാവ് ഒസാമു സുസുക്കി അന്തരിച്ചു. ആന്റണിക്ക് ഇന്ന് ശതാഭിഷേകം. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അഗെയിൻ. പുനരധിവാസം എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന വാർത്തയുണ്ട്. കേരളം സന്തോഷ് ട്രോഫി സെമിയിൽ എന്ന വാർത്തയുണ്ട്. മോർണിംഗ് വാക്കിന്റെ സമയം പൂർത്തിയാവുകയാണ്. അപ്പോൾ ഞാൻ കൃഷ്ണനോടൊന്ന് ചോദിക്കാതിരിക്കുകയായിരുന്നു, നമുക്ക് വളരെ അടുപ്പവും പരിചയമുള്ള സുസുക്കി അന്തരിച്ചല്ലോ എന്ന്. ഗുഡ് മോർണിംഗ്. കാരണം നമ്മളെ ഒരിക്കലേ ഈ നമ്മുടെ ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ പത്മജ വേണുഗോപാൽ വന്നപ്പോഴേ പത്മജ പറഞ്ഞു, അച്ഛൻ വ്യവസായ മന്ത്രിയായിട്ട് കേന്ദ്രത്തിലിരിക്കുന്ന സമയത്ത് അച്ഛനും ഞാനും ഒക്കെ കൂടെ ജപ്പാനിൽ പോയി ഒരു വ്യവസായിയെ കണ്ടു. ഞാൻ ആരായിരുന്നു അത് സുസുക്കി ആയിരുന്നു എന്ന് പറഞ്ഞു. സുസുക്കിയുടെ വീട്ടിൽ ഒരു ദിവസം പോയി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നു. വലിയ ഭാഗ്യമല്ലേ അത്. അപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും ഗുഡ് മോർണിംഗ്. പ്രജിന്റെ പാട്ടൊക്കെ ഞാൻ കേട്ടു, വിജ്ഞാനപ്രദമായിരുന്നു. നമ്മുടെ മാരുതി 800 കാർ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ.